ഹായ് ഗൈസ്, ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വർഷയും ശ്രീകാന്തും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ടെൻഷനിലാണ് ചന്ദ്രമതി. അന്നേരം വർഷയോട് ചോദിക്കുമ്പോൾ വർഷ പറയും ഞങ്ങൾക്ക് തമ്മിൽ ഒരു പ്രശ്നവും ഇല്ല, ആൻറ്റിയായിട്ട് പിന്നെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുതെന്ന്. അന്നേരം വീണ്ടും ശ്രീകാന്തിനെ പിടിച്ച് നിർത്തി ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി, എന്താ എടാ നീ സത്യം പറ, നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്നോട് മാത്രം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും. ഞങ്ങളുടെ ഇടയിൽ ഒരു പ്രശ്നമില്ലമ്മേ, അമ്മയ്ക്ക് എന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ ശ്രീകാന്തിനെ വർഷ വെളിയിലേക്ക് വിളിക്കുന്നുണ്ട്. എനിക്കിറങ്ങാൻ സമയമായമ്മേ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങ് പുറത്തോട്ട് ഇറങ്ങി പോവാണ്. അപ്പം രവിയോട് ചന്ദ്രമതി പറയുന്നുണ്ട്, രവിയേട്ട ഒന്ന് ചെന്ന് തിരക്കിക്കുക, അവനോട് കാര്യം ഒന്ന് തിരക്കെന്ന് പറയും. ഇനി ഞാനായിട്ട് തിരക്കില്ലെന്ന് വേണ്ടാന്ന് പറഞ്ഞ് നിനക്ക് സമാധാനത്തിന് വേണ്ടി ഞാൻ ചോദിക്കാമെന്നൊക്കെ പറഞ്ഞ് രവി പുറത്തേക്ക് വരികയാണ്. അന്നേരത്തേന് നോക്കുമ്പോഴത്തേന് ശ്രീകാന്തിൻ്റെ കവളിൽ വർഷ ഉമ്മ വയ്ക്കുന്നതാണ് കാണുന്നത്. അപ്പം രവിയേട്ടനങ്ങ് ടെൻഷനായി പോകും. ആകെ ചമ്മി പുള്ളിക്കാരനങ്ങ് നിൽക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ട് വരും. ചന്ദ്രമതി ഇത് കണ്ടു കഴിയുമ്പോഴത്തേന് ഇവർക്ക് രണ്ടുപേർക്ക് അയ്യടാന്നായി നിൽക്കുന്നു. അച്ഛനും അമ്മയും അവിടെ നിൽക്കുന്നൊന്നും നോക്കത്തില്ല. വർഷ ശ്രീകാന്തിൻ്റെ കവളിൽ ഉമ്മയൊക്കെ വെക്കുകയും എന്നെ വൈകുന്നേരം വന്ന് വിളിച്ചുകൊണ്ട് വരണം കേട്ടോ, ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്തിനങ്ങ് നാണമായിട്ട് തിരിഞ്ഞു നോക്കി, അച്ഛാ ഞാൻ പോട്ടെ, അമ്മയെ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. പൊക്കോ എന്ന് പറഞ്ഞ് രവി പറഞ്ഞു വിടുന്നുണ്ട്. അന്നേരം അവരങ്ങ് പോയി കഴിയുമ്പോഴത്തേന് രവീന്ദ്രനകത്തോട്ട് വരും, പറയും നിനക്ക് സമാധാനമായല്ലോ, അവർ തമ്മിൽ ഒരു പ്രശ്നമില്ല, നീയായിട്ട് വല്ല പ്രശ്നം ഉണ്ടാക്കി നിനക്ക് വല്ല അസുഖം ഉണ്ടാകാതിരുന്നാൽ മതി. പക്ഷെ പറഞ്ഞ് കേട്ടല്ലോ, ഇനിയിപ്പം നീ അവരുടെ കുടുംബകാര്യത്തിലൊന്നും ചെന്ന് ഇടപെടണ്ട, ഞാൻ പറഞ്ഞതല്ലേ അവർക്കൊരു കുഴപ്പമില്ലെന്ന്. എന്നാലും ഈ കൊച്ചെന്നെ ഇങ്ങനെ, വലിയ വീട്ടിലെ പിള്ളേരൊക്കെ ഇങ്ങനെയാണോ, എന്താ ചെയ്യേണ്ടതെന്നൊന്നും ഒരു ബോധവുമില്ലാത്ത പരുവത്തിലാണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്യാവോ എന്നൊക്കെ ചോദിച്ച് നാണത്തോടെ അങ്ങ് കയറിപ്പോവുകയാണ് ചന്ദ്രമതി. അപ്പം രവിയേട്ടൻ അങ്ങ് ചിരി വരുന്നുണ്ട്, ഈ പിള്ളേരുടെ ഒരു കാര്യം എന്തൊക്കെ കാണണം എന്നൊക്കെ പറഞ്ഞ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും രേവതിയാണ്. അവർ ഓട്ടോയിൽ ഇങ്ങനെ പോകുമ്പോഴത്തേന് രേവതി പറയുന്നുണ്ട്, പതുക്കെ പോ സച്ചിയേട്ടാന്ന്, നീയല്ലേ അങ്ങോട്ട് പോയപ്പോഴത്തേന് സ്പീഡിൽ പോകാൻ പറഞ്ഞത്, അത് അങ്ങോട്ട് പോയപ്പോഴില്ലേ ഇങ്ങോട്ട് പോയപ്പോഴത്തേന് പൂ ഒക്കെ ഉള്ള കൊട്ടയൊക്കെ അതിനകത്തില്ലേ, അത് കാരണം ആ ബോക്സിനകത്തൊന്നും എങ്ങാനും അതൊക്കെ പോവുകയല്ലേ, അതുകൊണ്ടാണ് പതുക്കെ പോകാൻ പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനൊന്ന് നിർത്തിയേക്കണം, എൻ്റെ അനിയത്തി അവിടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പോൾ അനിയത്തി അവിടെ വഴിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇവർ വണ്ടി നിർത്തി കയറാനൊക്കെ പറയും. അന്നേരം രേവതി പറയും, മോളെ ഇങ്ങോട്ട് കയറ്, എൻ്റെ മടിയിലിരിക്കാമെന്ന്. ഇതിനകത്ത് എങ്ങനെയാണ് ഞാൻ കയറിയിരിക്കുന്നത്, ഇവിടെ ഇടയില്ലല്ലോ, അതുകൊണ്ട് ചേച്ചി ഇങ്ങോട്ട് ഇറങ്ങുക, എന്നിട്ട് ഫ്രണ്ടിൽ സച്ചിയേട്ടൻ്റെ അടുത്തോട്ടിരിക്കാൻ പറയും. ഇവിടെ ഒന്നും ഇടയില്ല, ഇതിവിടെ എനിക്കിരിക്കാൻ ഇടയുള്ളതെന്ന് പറയും. അതിനെന്താ, ഇവിടെ രണ്ട് പേർക്കൊക്കെ ഇരിക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഉടനെ പറയും വല്ല പോലീസും പിടിക്കും എന്നുടനെ രേവതി പറയും, വേണ്ട അങ്ങനൊന്നുമില്ല, പോലീസൊന്നും പിടിക്കത്തില്ല, സ്വന്തക്കാരൊക്കെ ഇരുന്നാൽ ഒരു കുഴപ്പമില്ല, കയറിയിരിക്കാൻ പറയും. അപ്പോൾ രേവതിയും സച്ചിയും ഇങ്ങനെ എങ്ങനെയാണ് കയറണോ കയറ്റണോ എന്നൊക്കെയുള്ള ഇതിലങ്ങ് നിൽക്കുകയാണ്. ചെറിയൊരു സൗന്ദര്യപ്പിണക്കമൊക്കെ ഇവർക്കിടയിലുണ്ടല്ലോ, അതുകൊണ്ട് അവസാനം രേവതി കയറി ഇരിക്കുകയാണ്. രേവതി കയറി നന്നായ രീതിയിൽ ഇരുന്ന് കഴിയുമ്പോഴത്തേന് സച്ചിക്ക് ഇരിക്കാനിടയില്ല. സച്ചി ഉടനെ ഇറങ്ങിയിട്ട് പറയും, നീ ഇച്ചിരി കൊണ്ട് നീങ്ങിയിരുന്ന് എന്നാലേ എനിക്ക് ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. എന്നിട്ട് രേവതി ഇച്ചിരി നീങ്ങിയൊക്കെ ഇരിക്കും. എന്നിട്ട് സച്ചിയും കൂടി വണ്ടിയെ കയറി വണ്ടി വിടുകയാണ്. കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് വണ്ടി കട്ടറി ചാടുകയോ വളവ് തിരിയോ അങ്ങോട്ടൊക്കെ ചെയ്യുമ്പോഴത്തേന് രേവതി ചാടി സച്ചിയുടെ കയ്യെ പിടിക്കുന്നുണ്ട്. അപ്പോൾ സച്ചി പറയും, നീ എന്താ പിടുത്തോ പിടിച്ചത്, ഞാനിപ്പോൾ താഴെ പോകത്തില്ലായിരുന്നോ, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഇരിക്കണം, എന്നെ പിടിച്ചേക്കരുതെന്നൊക്കെ പറയും, എൻ്റെ ബാലൻസ് പോകുന്നു. അപ്പം പുറകിരിക്കുന്ന അനീതി ചോദിക്കുന്നുണ്ട്, ആരുടെ സച്ചിയേട്ടൻ്റെ ആണോ ബാലൻസ് പോകുന്നത്, എൻ്റെ മാത്രമല്ല വണ്ടിയുടെയും ബാലൻസ് പോകും എന്നൊക്കെ പറയും. പുറകിൽ പാസഞ്ചർ ഉണ്ടെന്നുള്ള ഓർമ്മയൊക്കെ വേണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അനിയത്തി. അത് കാണുമ്പോഴത്തേന് സച്ചിക്ക് ചിരി വരും, രേവതിക്കും ചിരിയൊക്കെ വരുന്നുണ്ട്. ചന്ദ്രമതി വാതിക്കലേക്ക് വരുമ്പോഴാണ് മുറ്റത്ത് 5-6 സ്ത്രീകളൊക്കെ നിൽക്കുന്ന കാണുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി ചോദിക്കും, നിങ്ങളൊക്കെ ആരാന്ന്. ഇത് ഞങ്ങളെ മനസ്സിലായില്ലേ സച്ചിയുടെ അമ്മ, ഞങ്ങൾ രേവതിയുടെ സച്ചിയുടെയും കല്യാണത്തിനൊക്കെ വന്നിട്ടുള്ളതായിരുന്നു, രേവതിയുടെ കൂട്ടുകാരാന്നൊക്കെ പറയും. നിങ്ങളൊക്കെ ഇപ്പോൾ എന്തിനാണ് ഇവിടെ വന്നത്, എൻ്റെ മുറ്റത്ത് എന്തിനാണ് നിൽക്കുന്നതൊക്കെ ചോദിക്കും. ഞങ്ങൾ രേവതി വിളിച്ചിട്ട് വന്നതാന്ന് പറയും. എന്തിനാണ് അവൾ വിളിച്ചെന്ന് ചോദിക്കും. അല്ല ഞങ്ങളെ ജോലിക്ക് വിളിച്ചായിരുന്നു പറയും. അവളോ ഒരു വേലക്കാരി, അതിൻ്റെ കൊടുത്ത് ഇനി നിങ്ങളെയും കൂടെ വിളിച്ച് എന്നാ വേല ചെയ്യിപ്പിക്കാനാന്നൊക്കെ ചോദിക്കും. അത് കേൾക്കുമ്പോൾ അവർക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഉടനെ അവർ പറയും, നിങ്ങളുടെ മരുമോളല്ലേ രേവതി, അപ്പം പിന്നെ നിങ്ങൾ അവളെ വേലക്കാരി എന്നൊക്കെ വിളിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിക്കും. ഇതുപോലൊരു മരുമോളെ കിട്ടിയത് നിങ്ങൾ ഭാഗ്യവതിയാന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേനും ചന്ദ്രമതിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നേയില്ല. രേവതിയെ പുച്ഛിച്ച രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ആ സ്ത്രീകൾ ഇവരെ ഒത്തിരി വഴക്കൊക്കെ പറയും. നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ, എന്നിട്ടും മരുമോളെ ഇങ്ങനെയാണോ പറയുന്നത്, നിങ്ങൾക്ക് വേറെ 2 മരുമക്കളുണ്ടല്ലോ, അപ്പോൾ അവരോടൊക്കെ നിങ്ങൾ ഇങ്ങനെയാണോ കരുതെന്നൊക്കെ ചോദിക്കും. അന്നേരം ഒരു സ്ത്രീ പറയുന്നുണ്ട്, ഇവരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയും. എന്നിട്ട് ഇവരകത്തേക്ക് കയറി അങ്ങ് പോകുന്നുണ്ട് ചന്ദ്രമതി. അന്നേരം ഒരു സ്ത്രീ പറയും, എൻ്റെ അമ്മായിമ്മയെങ്ങാനും ആയിരിക്കണമായിരുന്നു, ഞാൻ അവരുടെ വായിൽ പല്ല് മുഴുവൻ അടിച്ച് നിലത്തിട്ടേനെ ഇപ്പോൾ എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ ചന്ദ്രമതി അങ്ങ് പേടിച്ച് പോകുന്നുണ്ട്. അയ്യോ, രേവതി എല്ലാ കാര്യവും
കാര്യങ്ങളും ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇവരൊക്കെ നിസ്സാര പെണ്ണുങ്ങളൊന്നും അല്ല എന്നൊക്കെ മനസ്സിലോർത്ത് ചന്ദ്രമതി അകത്തേക്ക് അങ്ങ് കയറിപ്പോവും. പിന്നീട് കാണിക്കുന്നത് സുധി റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് അവൻ്റെ ഒരു പഴയ ഫ്രണ്ട് ടൗണിലൊക്കെ ഇവൻ കറങ്ങി നടന്ന സമയത്തൊക്കെ പാർക്കിലൊക്കെ കിടന്നുറങ്ങാനൊക്കെ കൂട്ടുണ്ടായിരുന്ന ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. ആ ഫ്രണ്ട് ശ്രുതിയുടെ അടുത്ത് വന്ന് കാശൊക്കെ ചോദിച്ചു. അന്ന് നാടൻ കേട്ടതൊക്കെ ആണല്ലോ. അവനെ കണ്ടു കഴിയുമ്പോഴത്തേന് ശ്രുതി ഒറ്റ ഓട്ടമാണ്. പക്ഷേ ആ കൂട്ടുകാരൻ പുറകെ വരും. അന്നേരം ശ്രുതി എന്ന് ഒരു കാറിന് മറവിലേക്ക് നീക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരൻ വന്ന് ഫ്രണ്ടിൽ നിൽക്കും. അന്നേരം അവൻ പോയെന്നോർത്ത് ശ്രുതി ഇങ്ങോട്ട് കടന്നു വരുമ്പോഴത്തേന് കൂട്ടുകാരൻ പറയും, ഞാൻ പോയൊന്നുമില്ല, ഞാനിവിടെ ഉണ്ട് എന്ന് പറയും. അതല്ല, നിൻ്റെ പൈസ ഞാൻ പൂർണ്ണമായിട്ട് തന്നോളാം എന്നൊക്കെ പറയും. അയാൾ ഉടനെ പറയുന്നുണ്ട്, അതല്ല ബ്രോ, ഞാൻ പറയട്ടെ എന്നൊക്കെ പറയും. നീ ഒന്നും പറയണ്ട, നിൻ്റെ പൈസ എന്തായാലും ഞാൻ തരും. എനിക്ക് കാനഡയിൽ ജോലി ശരിയായിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും തന്നിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, ബ്രോ എൻ്റെ പൈസ മുഴുവനായിട്ടും നിങ്ങളുടെ ഭാര്യ തന്നാരെന്ന് പറയും. ശ്രുതി തന്നോന്ന് ചോദിക്കും. എന്നിട്ട് മനസ്സിൽ എൻ്റെ ശ്രുതി മോളേന്ന് സന്തോഷത്തോടെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അവൾ തന്നോ എന്നൊക്കെ ചോദിക്കും. അതെ, എൻ്റെ കൈ മുഴുവൻ പൈസയും കൊണ്ട് തന്നു, അതിൻ്റെ പലിശയും കൂടെ തന്നിട്ടാണ് പോയെന്നൊക്കെ പറയും. അന്നേരത്തേന് ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. എന്നാൽ ഇനിയിപ്പം ഞാൻ പോവാന്നൊക്കെ പറയും. പിന്നെ നമുക്കിനി കാനഡയിൽ വെച്ചൊക്കെ കാണാം, ഞാൻ കാനഡയ്ക്ക് പോവാം, അതുകൊണ്ട് നീ എനിക്കൊരു 14 ലക്ഷം രൂപ തരാമെന്ന് ചോദിക്കും. അപ്പോൾ കൂട്ടുകാരൻ പറയും, 14 ലക്ഷം രൂപയോ, നിനക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ ഇവിടുന്ന് തരാനാന്ന് ചോദിക്കും. അല്ല, എൻ്റെ ഭാര്യ എന്തായാലും നിൻ്റെ കണക്കൊക്കെ തീർത്ത് കാശൊക്കെ തരുമല്ലോ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളെന്ന് പറയും. ഇനി നമുക്ക് ഇടയ്ക്കൊക്കെ ടൗൺ ഹാളിൽ വെച്ചൊക്കെ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ ശ്രുതി പറയും, ഞാനിനി കാനഡയിലെ സിറ്റിയിൽ മാത്രമേ ജീവിക്കത്തുള്ളൂ, ഇവിടുത്തെ സിറ്റിയിലേക്കൊന്നും ഞാൻ ഇറങ്ങത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോകും. തൻ്റെ കടവെല്ലാം ശ്രുതി വീട്ടിൽ എന്നുള്ള സന്തോഷത്തിലാണ് ശ്രുതി വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ശ്രുതിയെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം ശ്രുതി ചോദിക്കുന്നുണ്ട്, എന്താ പറ്റിയെന്ന്. മോൾ എൻ്റെ കടവെല്ലാം വീട്ടിയായിരുന്നല്ലേ എന്നൊക്കെ ചോദിക്കും. അത് പിന്നെ ഞാൻ വീട്ടണ്ടേ, അതെൻ്റെ കടമയല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. എനിക്കാകെ ഒരു പരിഭവം മാത്രമേ ഉള്ളൂ, ശ്രുതിയോട് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ എന്നുള്ളതാണ് ശ്രുതി പറയുന്നത്. അത് പിന്നെ അത് എങ്ങനെയാണ് നീ അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലല്ലോ, അത് കാരണമാണ് ഞാൻ പറയാതിരുന്നെന്ന് പറയും. അതൊന്നും സാരമില്ല ശ്രുതി, എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയണമെന്നൊക്കെ പറയും. അന്നേരത്തേന് ശ്രുതി പറയുന്നുണ്ട്, അത് ശരിയാണ്, നമുക്കിടയിൽ ഒരു മറവൊന്നും വേണ്ട, ഒന്നും മറച്ചു വെക്കാൻ പാടില്ല, എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിരിക്കണമെന്ന് പറയും. അത് കേൾക്കുമ്പോഴത്തേന് ശ്രുതി ഒന്ന് അനങ്ങാതെ മിണ്ടാതൊക്കെ ഇരിക്കുന്നുണ്ട്. കാരണം ഒരുപാട് കള്ളങ്ങൾ പറഞ്ഞാണല്ലോ ശ്രുതി അവിടെ നിൽക്കുന്നത്. സച്ചിൻ രേവതിയും പൂവൊക്കെ ആയിട്ട് ഓട്ടോയിൽ വന്നിറങ്ങുമ്പോഴത്തേന് ആ സ്ത്രീകളെല്ലാം കൂടെ വരുന്നുണ്ട്. അന്നേരം രേവതി പറയും, എല്ലാവരും നേരത്തെ വന്നല്ലേ എന്ന്, എന്നാൽ ഇതൊന്ന് ഇറക്കാനൊക്കെ സഹായിക്കാനായിട്ട് സച്ചി പറയും. അന്നേരം അവർ പറയും, ഞങ്ങൾ സഹായിക്കാനല്ലേ വന്നെന്ന് പറഞ്ഞ് എല്ലാ പൂക്കോട്ടയും എടുത്ത് വെളിയിലൊക്കെ വെക്കുന്നുണ്ട് അവർ. അന്നേരം രേവതിയുടെ അനിയത്തി ഇതെല്ലാം എടുത്തുകൊണ്ട് പോകുമ്പോഴത്തേന് കൂട്ടുകാരികൾ പറയുന്നുണ്ട്, സച്ചി എന്തായാലും ചെയ്തത് വലിയ കാര്യമായിപ്പോയി, ഇത്രയും വലിയ ഓർഡറൊക്കെ അല്ലേ രേവതിക്ക് നേടിക്കൊടുത്തെന്ന് പറയും. എൻ്റെ വിലയൊന്നും ഇവർക്ക് അറിയത്തില്ല, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക, എനിക്ക് നല്ല വിലയാണെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ഈ പൂവുള്ള ബാസ്ക്കറ്റുമായിട്ട് സിറ്റ് ഔട്ടിലോട്ട് കയറി വരുന്ന രേവതിയുടെ അനിയത്തിയെ കാണുമ്പോഴത്തേന് ചന്ദ്രമതിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ എന്താ ഇവിടെ നിന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് ഇറങ്ങി വരുന്ന കാണുമ്പോഴത്തേന് സച്ചിൻ രേവതിയും കൂടെ ചന്ദ്രമതിക്കിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.